ഹലോ. അതാ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മോളൊരു കൂട്ടം വരയ്ക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നലെ തൊട്ട് തുടങ്ങിയ വരെയാണ്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ വടക്കുന്നാഥനെയാണ് കേട്ടോ വരയ്ക്കുന്നത്. പൂര സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കണ്ടപ്പോൾ ഇതുവരെ വരച്ചത് കാണുമ്പോൾ നല്ല അടിപൊളി ലുക്കിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ ഫോണിൽ നോക്കിയിട്ട് ആ ഒരു പിക്ചറാണ് കേട്ടോ വരയ്ക്കാൻ നോക്കുന്നത്. ഇപ്പോൾ കുറച്ചേരായിട്ട് ഇതാ പെൻസിൽ ഡ്രോയിങ്ങിനാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ഇങ്ങനെ ഫോണിലൊക്കെ നോക്കിയിട്ട് ഓരോന്നും നോക്കി വരയ്ക്കും. അതേ കളറിലൊക്കെ ഇതാ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇതുപോലെയൊക്കെ വരയ്ക്കും. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് പ്രപ്പോർഷനൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വരയ്ക്കുന്നത് നോക്കി കണ്ടു നോക്കിയാലോ. ഒരു പഴയൊരു എൻവെൽപ്പിൻ്റെ മുകളിലാണ് കേട്ടോ വരയ്ക്കുന്നത്. കിട്ടിയ സാധനത്തിൻ്റെ മുകളിലൊക്കെ അങ്ങനെ ഓരോന്ന് വരച്ച് കൂട്ടും. ഇതാണ് ചെറിയൊരു പെയിൻറ്റിൻ്റെ അതിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ആ പെൻസിലും അതുപോലെ ചെത്തിയിലൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് സൂക്ഷിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡിലെ മരവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് ആക്കാനായിരിക്കുന്നില്ല പടം. ചിലപ്പോൾ രാത്രി, പിന്നെ ബാക്കി അങ്ങനെ ഓരോ സമയത്ത് ചെയ്യുന്നുണ്ട്. ഉച്ചയായപ്പോഴേക്കും ഏതാണ്ട് വര കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ആ മൂഡ് തോന്നുന്ന സമയത്തല്ലേ വരയ്ക്കുക, ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റും കുറച്ചും കൂടി ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഏതാണ്ട് ആ ഒരു പിക്ചർ നല്ല രസത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പൂര സ്പെഷ്യലായിട്ട് കിടക്കട്ടെ വരക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ. പിന്നെ ഇതൊക്കെ അതാ കിട്ടിയ പേപ്പറിൽ ഇതാ വരച്ചെടുത്ത കുഞ്ഞു ചിത്രങ്ങളാണ് കേട്ടോ. കണ്ടപ്പോൾ ഇപ്പോൾ 3D ഇമേജിനോടാണ് കൂടുതൽ പ്രിയം. ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് ചിലതൊക്കെ പാളിപ്പവും ചിലതൊക്കെ നന്നായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ട കുട്ടികളുടെ കഴിവുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസൊക്കെ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ.